അങ്ങനെ പറഞ്ഞ പോലെ നമ്മൾ വൈകുന്നേരം പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. സർപ്രൈസ് എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? ഇതാണ് കേട്ടോ സർപ്രൈസ്. ഇപ്പം നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കടയല്ലേ കാണുന്നത്, അതല്ല ഗൈസ്, നമ്മളൊരു കാർ വാങ്ങി ഗൈസ്. അതാണ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്. പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് ആണ്. അപ്പം നമ്മൾ കാറ് വാങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് എ സിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് എ സി പണിഞ്ഞുകൊണ്ട് വന്നത്. ഇതാണ് കേട്ടോ കാറ്, ടൊയോട്ട യാരിസ് ആണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ കാറിൽ. അങ്ങനെ നമ്മൾ നേരെ അവിടെ മാർക്ക് ആൻഡ് സേവിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. എടുത്തെടുത്ത് വന്നപ്പോൾ കുറച്ച് അധികം സാധനമായി കേട്ടോ. ആദ്യം നമ്മൾ ഷാമ്പൂ ഒക്കെ നോക്കി, പിന്നെ ബേബീൻ്റെ വൈപ്സ് ഒക്കെ നോക്കി. വൈപ്സ് തീരാറായിട്ടുണ്ടായിരുന്നു, അങ്ങനെ വൈപ്സ് എടുത്തു. പിന്നെ കിച്ചണിലേക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോഴാണ് ഓർത്തത് നമുക്കൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനില്ല, 1 കിലോ ചിക്കനൊക്കെ വയ്ക്കുന്ന ഒരു പാൻ വേണമായിരുന്നു. അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ച് അതിൻ്റെ അടപ്പൊക്കെ സെറ്റാക്കി. പിന്നെ ബീവിന് കുറച്ച് പാലൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ കറിവേപ്പില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ നേരെ മുകളിലോട്ട് പോയത് ഒരു പില്ലോ വാങ്ങിക്കാനാണ് കേട്ടോ. നമ്മുടെ റൂമിൽ ഇപ്പോൾ ഒരു പില്ലോയാണുള്ളത്. അങ്ങനെ ഒരു പില്ലോയും കൂടെ വാങ്ങിക്കാൻ പോയി. എന്നിട്ട് നമ്മൾ നേരെ ബില്ലടിക്കുന്നിടത്തോട്ട് പോയി. അവിടെ നിന്ന് ഞാൻ ആരും കാണാതെ ഒരു ക്രീം ബൻ എടുത്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ബില്ലടിക്കാൻ വന്നപ്പോഴത്തേക്കാണ് ആ ബന്നിൻ്റെ കാര്യം ചേട്ടൻ കണ്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ ഇറങ്ങാൻ കയറിയില്ല, നേരെ റൂമിൽ വന്ന് ആ ക്രീം ബന്ന് പൊട്ടിച്ച്. അതിനകത്ത് നിറയെ ക്രീമാണ് കേട്ടോ ഗൈസ്. അയാൻ അതിനകത്ത് പിടിച്ചെങ്കിലും ക്രീം കൊടുത്തില്ല, ഞാൻ ബന്ന് മാത്രം കൊടുത്തവനെ പറ്റിച്ചു. എന്നിട്ട് ചേട്ടൻ പിന്നെ ജിമ്മിൽ പോയായിരുന്നു. പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു ലണ്ടൻ ഡയറിയുടെ ഐസ്ക്രീമും ഒരു ഫോണും വാങ്ങിക്കൊണ്ട് വന്നു ഗൈസ്. ഈ ഒരു ഫോൺ എനിക്കായിട്ട് വാങ്ങിയതാണ് കേട്ടോ. കാരണം എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. കാരണം എൻ്റെ ഈ ഒരു ഫോണിനകത്ത് ഒറ്റ സിം മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ സിം ഒന്നും ചെയ്യാനായിട്ട് തന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഫോൺ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.